അത് പറയാൻ പറിച്ചിട്ട് പറയാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും. ഞാൻ അതിന് മുൻപ് പറയണം, മണിച്ചേട്ടന് സ്വന്തം ആനയുണ്ടോ? മണിച്ചേട്ടന് ആനയില്ല. എന്റെ ജീവനായിട്ട് കാണുന്നത് ആന തന്നെയാണ്. സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ആന കഴിഞ്ഞിട്ട് കുടുംബത്തിന് പോലും ഞാൻ പ്രാധാന്യം കൊടുക്കണുള്ളൂ എന്ന് സ്വയം തോന്നിയിട്ടുണ്ടില്ല. നമ്മൾ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കും എന്നിട്ട് പറയുന്ന അയ്യോ മക്കളെ നമ്മൾ അടുപ്പിക്കില്ല, അവർ വേറെ വഴി കണ്ടെത്തട്ടെ, ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ഷിബുവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ 2ാം ജന്മം ഷിബുവിലൂടെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തീർന്നതാണ്. അയാളുടെ അറിവില്ലായ്മ കൊണ്ടും അയാളുടെ അബദ്ധങ്ങൾ കൊണ്ടും മാത്രം സംഭവിച്ച ജീവിതം അയാൾ നഷ്ടപ്പെട്ടതാണ്. അത്രയേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. വെളപ്പായ മണികണ്ഠനിലേക്ക് വരുന്ന ഒന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞു, തിരുവമ്പാടി. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പിന്നീടുള്ള ആനപ്രേമം അല്ലെങ്കിൽ ആനകളോടുള്ള വഴിനടത്തം എങ്ങനെയായിരുന്നു? ഞാൻ അതിൻ്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ തിരുവമ്പാടി ആന മാത്രമല്ല, പാറമേക്കാവ് പരമേശ്വരൻ നിന്നിരുന്നു. തൊട്ടിപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ശങ്കരകുളങ്ങര അമ്പലത്തിലെ ഉദയൻ, അയ്യപ്പൻ, മണികണ്ഠൻ, കേശവൻ, ഒരു ഗണേശൻ കുട്ടി എന്ന് പറഞ്ഞ ആനക്കുട്ടീൻ്റെ നിന്നിരുന്നു. ഇതിനൊക്കെ കണ്ടിരുന്നു. അതിൽ മണികണ്ഠനായിട്ട് വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. അതൊന്നും ഈ കാലഘട്ടത്തിലല്ല, ഞാൻ ഈ ഫീൽഡിൽ വന്ന കാലഘട്ടത്തിലുള്ള ബന്ധമാണ്. അത് അങ്ങനെ പറയട്ടെ. എൻ്റെ കുട്ടിക്കാല ബന്ധം ആനബന്ധം തിരുവമ്പാടി തന്നെയാണ്. അതിൽ ഇനി എവിടെയും പറയാതിരിക്കാൻ മാർഗമില്ല. ശങ്കരകുളങ്ങര അമ്പലത്തിൽ മണികണ്ഠനാനിക്ക് റിജിൽ വന്ന കാലത്തിൽ, റിജിൽ എന്ന് പറഞ്ഞാൽ കോടാലി ഗോപിയേട്ടൻ്റെ മകൻ, കോടാലി ഗോപിയേട്ടനായിട്ടും നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം തിരുവമ്പാടി ഭദ്രൻ്റെ പാപ്പാനയിക്കുന്ന കാലത്തിൽ എൻ്റെ കയ്യിൽ തന്നിട്ട് ആള് വിട്ടിട്ടുണ്ട്. ഞാൻ എഴുന്നള്ളിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്ര അടുപ്പായിരുന്നു ആനയിട്ട്. പക്ഷേ ആൾക്ക് അതിലേറെ വിശ്വാസമായിരുന്നു. അത് പെട്ടെന്ന് പറയാൻ കുറേ പറയുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ വന്നുകൊള്ളുന്നില്ലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് റിജിൽ. അവൻ വടക്കുന്നാഥനിലെ ശിവകുമാറിൻ്റെ 1ാം പാപ്പാനായിരുന്നു. അറ്റാക്കായിട്ട് മരിച്ചു. ചെറുപ്പമാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അപ്പോൾ അവനായിട്ടുള്ള ആത്മബന്ധമുള്ള സമയത്ത് ഈ മണികണ്ഠൻ ആനയൊക്കെ ഞാൻ പലപ്പോഴും പരിപാടി സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ബന്ധം ആനയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ അയ്യപ്പനൊക്കെ പക്ഷേ ഉണ്ടെങ്കിലൊക്കെ ഞാൻ പുറത്ത് കയറി വന്നിട്ടൊക്കെ ഉണ്ട്. അതിന് പിന്നീട് വന്നൊരു കാലഘട്ടം ശങ്കരകുളം അമ്പലമായിട്ട് വളരെയേറെ അടുപ്പായി മാറി. ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത്, ഞാൻ അവനൊക്കെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പ്രശാന്ത്, വിനോദ്, ഞങ്ങളങ്ങനെ പിന്നെ ഞങ്ങൾ ടീമായി. ഞങ്ങളിങ്ങനെ ആനകളെ കാണാൻ പോണു, യാത്രകൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമാന സ്വഭാവമുള്ള ആൾക്കാർ തമ്മിൽ വരുമ്പോൾ അതിൻ്റെ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആന കണ്ടുപോയി. പിന്നെ ആ സമയത്ത് തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ഒരു ജീവിത പശ്ചാത്തലം ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ നല്ല ജീവിത സാഹചര്യമായിരുന്നു. പിന്നീട് എല്ലാം തകർന്നു. ഒരു 9ാം ക്ലാസ് മുതൽ തന്നെ ചെറിയ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകാൻ സമ്മർദ്ദിതനാകുന്ന സാഹചര്യം എനിക്കുണ്ടായി. കുറേശ്ശെ പച്ചക്കറി കടയിൽ ജോലിക്ക് നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സമയത്ത് തന്നെ ഞാൻ തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിൽ നിന്ന് അവിടെ ഒരു കടയിൽ ജോലിക്ക് കയറി. കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 25-ാം തീയതി ജോലിക്ക് കയറി. അവിടെ ജോലിക്ക് നിൽക്കും. ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഈ പച്ചക്കറികൾ കേടായത് ചീഞ്ഞതൊക്കെ തിരയാൻ നിൽക്കും. അപ്പോൾ നമുക്കൊരു 20 രൂപ കിട്ടും. നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 7 അംഗ കുടുംബമായിരുന്നു നമ്മുടെ. വേറെ ആർക്കും ജോലിയോ വരുമാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് അതൊരു 15 വയസ്സേ ഉള്ളൂ. അത് മുന്നോട്ട് പോകണം. അപ്പോഴും യാന സ്നേഹം വിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിട്ടില്ല. പിന്നെ ഞാൻ അപ്പോഴും ആ കാലഘട്ടത്തിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പം അങ്ങനെയൊക്കെ മുമ്പ് എന്താ ആനപ്പാപ്പാനാവാൻ ശ്രമിക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആനപ്പാപ്പാൻ തൊഴിൽ മോശമൊന്നുമല്ല, വളരെ മൂല്യമുള്ള തൊഴിലാണ്, നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർക്ക്. ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആനകളെ കൊണ്ടുവന്നില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാ ആനയും ഞാൻ പാപ്പാനായി ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആനപ്പാപ്പാന്മാരില്ലെങ്കിൽ ഞാൻ പൂരെടുത്തുന്ന ഒരുപാട് പൂരങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പഴി തരണമെന്നുണ്ടായിരുന്നില്ല. എൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല. അല്ല, ആന മുതലാളി ആവണം എന്നല്ലായിരുന്നില്ല. ആന മുതലാളി ആവാന്നുള്ളതും ആയിരുന്നില്ല. അതൊക്കെ ഒരു നിയോഗം പോലെ ആനകൾ സംരക്ഷിക്കപ്പെടാൻ യോഗം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പം നിലവിൽ നമുക്കെന്ന് പറയാൻ നമുക്ക് ആനയില്ല. ഇപ്പം അത് പറിച്ചിട്ട് പറയാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ വരും. ഞാൻ അതിന് മുൻപ് പറയണം, മണിച്ചേട്ടന് സ്വന്തം ആനയുണ്ടോ? മണിച്ചേട്ടന് ആനയില്ല. ഒരു വിഷമം വരും. മണിച്ചേട്ടൻ സ്വന്തമായിട്ട് നോക്കണ ആനകളുണ്ട് 3 അതിൽ ഒല്ലൂക്കര ജയറാം എന്ന് പറഞ്ഞ ആനയുണ്ട്. അത് അവിടുത്തെ ഒരു അമ്മയുടെ ആനയാണ്. അമ്മ അവരുടെ മക്കളുണ്ട്, ഒരു വേണുചേട്ടൻ, സുധച്ചേച്ചി, അവരുടെ സ്വന്തമാണ്. എൻ്റെ സ്വന്തമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. ഞാൻ അവരുടെ ഒരു മകനെ പോലെ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മയാണ് അവർ. ഞാനും അവരുടെ മകനെ പോലെയാണ് തന്നെ അവരെന്നെ കാണുന്നത്. അതിൻ്റെ പല കാര്യങ്ങൾക്കും എനിക്കും കൂടി അവകാശമുള്ള രീതിയിലാണ് അവരതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പം എനിക്കതിൽ വേറെ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ സംരക്ഷിക്കുന്ന ഒരു ആന ചോപ്പീസ് കുട്ടിശങ്കരൻ, ഒരു ആന വടക്കുന്നാഥൻ ശിവൻ. ഈ 3 ആനകളാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മനുഷ്യരാണ്, കാലങ്ങളാണ്. ചിലപ്പോൾ നാളെ ഇത് ഉണ്ടായിക്കൊള്ളുന്നൊന്നും നിർബന്ധമില്ല. ഇല്ലാണ്ടായാൽ ഞാൻ വേറെ വഴി കണ്ടെത്തേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനകൾ വരാം. ആനകൾക്കും കൂടി ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ നന്നായി സംരക്ഷിക്കും, പൊന്നു പോലെ സംരക്ഷിക്കും. ആനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ തറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയത്.
എന്താ വെച്ചാൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ ധരിച്ചത്, ഞാൻ പണ്ട് എൻ്റെ കയ്യിൽ പറപ്പൂക്കാവ് അമ്പലത്തിലെ കാളിദാസം എന്ന് പറഞ്ഞ ആന ഞങ്ങൾ മേടിച്ചിട്ടൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ ചിറക്കൽ രാജേന്ദ്രനാനൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പ്രശാന്തേട്ടനായിട്ടുള്ള ഇടപെടലിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വളപ്പായിൽ തന്നെ ഗോപി മേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് വാടകയ്ക്ക് നിർത്തിയിരുന്നത്. നമുക്ക് വാടക കൊടുക്കാൻ പറ്റാതിരുന്ന ആൾ പെട്ടെന്ന് കറണ്ടൊക്കെ ഓഫാക്കും. ആൾ മോശപ്പെട്ട ആളല്ല കേട്ടോ, ആൾ പഴയ ഒരാൾ, എന്നെ ഭയങ്കര സ്നേഹം. ഞാൻ ചെന്ന് കണ്ട ആളപ്പം ഓൺ ചെയ്യും. പക്ഷെ അപ്പോൾ എനിക്ക് അന്നേ ആഗ്രഹം, എന്താ ഞാൻ എൻ്റെ ജീവനായിട്ട് കാണുന്നത് ആന തന്നെയാണ്. സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആന കഴിഞ്ഞിട്ട് കുടുംബത്തിന് പോലും ഞാൻ പ്രാധാന്യം കൊടുക്കണുള്ളൂ എന്ന് സ്വയം തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, സത്യമാണ്. ആനയ്ക്കൊക്കെ വയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ പിന്നെ എനിക്ക് ടെൻഷനാണ്. ഞാൻ ഓടിയത്തോടെ വീട്ടിലേക്ക് വിളിച്ച് ചിലപ്പം സ്പീഡ് കുറയുമെന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു മരങ്ങൾ ഉള്ള ഒരു പറമ്പ് വേണം, അതിൽ നല്ല 3 തറികൾ, ഏറ്റവും മികച്ച 3 തറികൾ വേണം, എല്ലായിടത്തും വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടാവണം, പിന്നെ ആർക്കേൽക്കും ആനയെ കൊണ്ടു നിർത്താം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഉദയനാനയും വിനായകൻ നിൽക്കണേ. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അമ്പലമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടം കൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കാലഘട്ടത്തിലെ യാത്രയിൽ ഉണ്ടായിരുന്ന അമ്പലം ആനയാണ് അവരൊക്കെ. പിന്നെ വിനായകനാന നിൽക്കുന്നത് അതിൻ്റെ ആനക്കാരൻ രഞ്ജിത്ത് എൻ്റെ കൂടെ നിന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ്. ഞാൻ പറമ്പ് വൃത്തികേടാക്കുന്ന ആൾക്കാരെ അടുപ്പിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ നിന്ന തറിക്ക് വൃത്തിയാക്കിയിടണം, നമ്മൾ അത്രയും സംരക്ഷിച്ചു കൊണ്ടുവരണം. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഇതിൽ വന്നുപെട്ടതാണ് ഞാൻ. ഇനിയിപ്പോൾ നിയമത്തിലൊക്കെ ഭേദഗതി വരികയാണെങ്കിൽ വല്ല കുട്ടി ആനകളൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് ഭാഷയൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ഈ സമ്മാന സിനിമയിൽ ആനക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും കൂടി ഇത് പകർത്തി കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പറയും നമ്മുടെ മക്കൾ അയ്യോ അവരൊന്നും വരത്തില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ വന്നുകൊണ്ട് ഒരു എതിർപ്പ് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ നമ്മുടെ വഴി നമുക്ക് ജീവിതം തന്നതാണ്, നമ്മളെ ആൾക്കാർ കണ്ടത് ഇതിലാണ്. പിന്നെ കുറേ ശരി പറയുമ്പോൾ തെറ്റ് പറയാൻ ആൾക്കാരുണ്ടാവാം, അതിനൊന്നും ഞാൻ വിമർശിക്കില്ല. പക്ഷെ ഞാൻ കണ്ട വഴികൾ ഇത് തന്നെയാണ്. എൻ്റെ മകൻ മെടുക്കാനായിട്ട് ആനകളെ പറ്റിയൊക്കെ നന്നായി പറയുന്ന ഒരാളാണ്. ചെറിയ പയ്യനാണ് അവൻ, 6ലാണ്. അവൻ ആനപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും. ഞാനത് വെച്ച് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി പടർത്തി അതിനൊരു വേറെ രീതിയിൽ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല എന്ന് മാത്രം. ആനകളടുത്തേക്ക് മക്കളൊക്കെ വരും, മകൻ ആനകളെ കണ്ട ഇന്ന ആനയാന്നൊക്കെ പറയും. ഞാൻ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും കണക്കാക്കില്ല ഞാൻ. ചില നമ്മൾ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കും എന്നിട്ട് പറയുന്ന അയ്യോ മക്കളെ നമ്മൾ അടുപ്പിക്കില്ല, അവർ വേറെ വഴി കണ്ടെത്തട്ടെ, ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ, നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അതോടൊപ്പം ഒരു ആന സംരക്ഷിച്ചുകൊണ്ട് കുഴപ്പമില്ല. ആന സംരക്ഷിക്കാൻ പറ്റുക എന്നത് ഒരു ഭാഗ്യമാണ്, ഒരു സംശയം വേണ്ട. വല്ലവൻ്റെ ആന സംരക്ഷിക്കാൻ പറ്റിയാലും മതി, അതൊരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആ ഭാഗ്യം എത്ര കാലം കിട്ടി, ഇനി എത്ര കാലം ആ ഭാഗ്യം ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ അതിനൊന്നും എനിക്ക് വിധി എഴുതാൻ ഞാൻ ആളല്ല. നമ്മളിപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് കാണുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഉറപ്പില്ല, ഒരിക്കലും ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അലാറം വെച്ച് കിടക്കണമെന്നുള്ളൂ, എണീക്കാമെന്ന് ഉറപ്പില്ല. അപ്പം എന്നാൽ മതി, ഇതൊക്കെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് പോവാം. നമുക്കെല്ലാം ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. ഇപ്പം അതിനുശേഷം വരുമ്പോൾ വേറൊരു ഒരു ആനക്കാരൻ്റെ മരണവാർത്ത കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞത്, അത് അറിഞ്ഞിട്ട് നമ്മൾ വായിച്ച് ആ ഒരു വായനയിലൂടെ കണ്ടു തന്നിട്ടുണ്ട്. രാജാക്കാട് ശിവേട്ടൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ രാജാക്കാട് ശിവേട്ടന് ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മണിയേട്ടൻ. ആത്മബന്ധം എന്നൊന്നും പറഞ്ഞാൽ തന്നെ തീരില്ല, അതിൻ്റെ മുകളിലേക്ക് നീ പറയാം. ഷിബു ഇവിടെ വരുന്നത് ശങ്കരൻകുളങ്ങര അയ്യപ്പനാന ഒരു 2 പേരെ ഒരുമിച്ച് പുല്ലുകയും വല്ല നഷ്ടമൊക്കെ ഉണ്ടാക്കി പറ്റുന്ന സമയത്താണ് വന്നത്. ഷിബു ശങ്കരൻ അയ്യപ്പൻ അഴിക്കാൻ വന്നതല്ല, കാഞ്ഞാർ വിജയൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനാണ് അഴിക്കാൻ വന്നത്. ആളുടെ അസിസ്റ്റൻ്റായിട്ട് വന്നതാണ് ഷിബു. അങ്ങനെ ആള് കുറച്ച് ദിവസം അഴിച്ചു കൊണ്ടത് ആൾ മെല്ലെ പിന്നെ ആൾ വന്നില്ല. ഷിബുവിനെ എല്ലാവരും കൂടി ലോക്കാക്കി. ഷിബുവിനോട് നിൽക്കാൻ ഷിബുവിന് സത്യത്തിൽ ഈ ആന എന്താണ് എന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. ഷിബുവേട്ടൻ്റെ ആ ഒരു നല്ല സമയമായിരിക്കാം അതിഗംഭീരമായി കൊണ്ടുവന്നു. പിന്നെ അതിന് മേലെ ഇനി ഒന്നും പറയാനില്ല. ഗംഭീരമായി ആനയെ കൊണ്ടുവന്ന് 2-3 സീസൺ കൊണ്ടുവന്നു. അതിനുശേഷം ആനയിൽ നിന്ന് ഒഴിവായിട്ടാണ് തിരുവമ്പാടി കുട്ടിശങ്കരന് വന്നത്. കുട്ടിശങ്കരനല്ല ഷിബുവേട്ടൻ വന്നത്. ഷിബുവേട്ടൻ ഒഴിവായത് ശങ്കരയിൽ നിന്ന് കൊട്ടംകുളങ്ങര അർജുനനെ അഴിക്കാനായിരുന്നു. ഈ അർജുനനെ
കെട്ടി നാരായണേട്ടൻ അനിയൻ അപ്പുണ്ണിയേട്ടനായിരുന്നു ആനക്കാരൻ. അപ്പോൾ അപ്പുണ്ണിയേട്ടൻ അർജുനൻ കുന്നംകുളം ചീരംകുളത്ത് വെച്ച് ഒരു അപകടം പറ്റി അദ്ദേഹം പിന്നീട് കുറച്ച് കാലം കിടന്ന് മരിച്ചു. അപ്പോൾ അപ്പുണ്ണിയേട്ടനെ കൂടെ നിർത്താൻ വേണ്ടി വിളിച്ചത്. പക്ഷെ അപ്പുണ്ണിയേട്ടന് പിന്നെ പറ്റായിക വന്നല്ലോ. അങ്ങനെ അപ്പുണ്ണിയേട്ടൻ നാരായണേട്ടനാക്കി കൊടുത്തതാണ്. അങ്ങനെ കുട്ടിശങ്കരൻ ആ സമയത്ത് ഓണക്കൂർ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആളെന്നെ തൃശ്ശൂർ ശക്തി തമ്പുരാനിൽ കണ്ണംകുളങ്ങര അമ്പലത്തിലിട്ട് മരണപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഷിബുവേട്ടൻ ആക്കി കൊടുത്തു. ഷിബു ഒരു 13 കൊല്ലം ഭംഗിയായിട്ട് കൊണ്ടുവന്നു കുട്ടിശങ്കരന്. ഭംഗിയായിട്ട് കൊണ്ടുവന്നു. 13 കൊല്ലം കൊണ്ടുവന്നു. നാരായണേട്ടനും ഷിബുവാണ് ആനയായിട്ടും കൊണ്ടുവന്നു. അതിൽ ആളപായം സംഭവിക്കാതെ പോയിട്ടുള്ള ഒരാൾ ഷിബു മാത്രം. ഷിബുവിന് ആകെ ഒരു അപകടം പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാനാണ് അന്ന് വന്ന് ആനയെ കെട്ടി ശിവരാത്രി ആയിരുന്നു. ആന പെട്ടെന്ന് ആന ബലം വയ്ക്കുമ്പോൾ കടന്നിട്ട് കുത്തി. അങ്ങനെ ഷിബുവിന് ബോധം പോയി. അങ്ങനെ തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഷിബുവേട്ടൻ വന്ന് കസാല ചെയ്തിട്ട് ഞാൻ ആനയെ കെട്ടിയത്. പക്ഷെ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നു. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് പോവാം. അങ്ങനെ പോയതാ. ഷിബുവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ 2ാം ജന്മം ഷിബുവിലൂടെയാണ്. അത് ആനയെ രാമേന്ദ്രനായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഷിബു ചാർജെടുക്കുന്ന സമയത്ത് ആനയ്ക്ക് വലത് കാലിന് അന്ന് നിന്നിരുന്നൊരു പാപ്പാൻ്റെ ഇതൊരു അപകടമൊക്കെ പറ്റിയിട്ട് ആന വലത് കാലൊക്കെ വലിച്ച് ചട്ടുപോലെ വെച്ചിരുന്നതാണ്. ആ സമയത്താണ് ഷിബുവേട്ടൻ ഈ ആനയ്ക്ക് ചാർജ് എടുക്കണം. വിഷയങ്ങളുണ്ടായിട്ട് സമയത്തായിരുന്നു. ഷിബുവേട്ടൻ ആനയെ അഴിക്കാൻ പറ്റില്ല. ഷിബുവേട്ടൻ നേരെ പോയി കിടക്കുന്ന രാജേഷിനെ കൊണ്ടുവന്നു. രാജേഷിന് ആനത്തി പോകാൻ രാജേഷ് മുൻപ് നിന്നുണ്ടല്ലോ. അങ്ങനെ രാജേഷും കൂടി നിന്ന് മരുന്ന് കൊടുത്ത് അന്ന് ഇരുന്ന് ഷിബുവേട്ടൻ ആന അഴിച്ചെടുത്ത് പിന്നീട് കണ്ടത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആന എല്ലായിടത്തും ജനകീയനായി എഴുന്നള്ളിക്കുന്നതാണ്. മുൻപ് അങ്ങനെ അല്ലേന്ന് ചോദിക്കും. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മുൻപ് എല്ലാ പരിപാടികളും പങ്കെടുത്തിരുന്നില്ല. ഷിബുവേട്ടൻ പട്ടാമ്പി നേർച്ച, ചേറ്റുവ ചന്ദനക്കുടം നേർച്ച, എല്ലാവിധ പൂരങ്ങളും അങ്ങനെ എടുത്തിട്ടാണ് പോയിരുന്നത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എല്ലാ ഇടങ്ങളിലേക്കും ഓക്കെ ആയി മാറി. ആദ്യമൊക്കെ നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ നേർച്ചകളും ഷിബുവേട്ടൻ ടീമായിട്ടാണ്. അവർ ആനക്കാർ 4 പേരും. രാജേഷ് ഉണ്ടായിരുന്നു, കടക്കൻ രാജേഷ് ഉണ്ടായിരുന്നു. രാജേഷ് മാറി പിന്നീട് ഇപ്പം എൻ്റെ കൂടെ ചോപ്പി സാനിക്ക് നിൽക്കുന്ന ഉണ്ണിക്കുട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ടീമാണ്. എപ്പോഴും ഒരു ആനപ്പണിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ടീമാണ്. അല്ലാതെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മലമറയ്ക്കാമെന്ന് പറയുന്നത് വെറുതെയാണ്. ഇപ്പം ഞാൻ ഇത്ര ആനകളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സഹായത്തിന് ഇവരെ പോലെ കുറെ പിള്ളേരുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആ ഒരു നേരെ ഒരു അഷ്ടച്ചോറിനെ പൊടി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ വേണ്ടേ. ആനോട് ഇഷ്ടം ഉണ്ടാവണം, അതോടൊപ്പം നമ്മളോടും ഇഷ്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഷിബുവേട്ടൻ മരിക്കുന്ന സമയത്ത് രാമേന്ദ്രൻ ആന ചികിത്സ കഴിഞ്ഞിട്ട് നിന്നിരുന്നത് പഴയ കാലത്ത് ആനകൾ നന്നായിട്ട് നിന്നിരുന്നത്. അത്രയും ഭംഗിയിലാണ് നിന്നിരുന്നത്. എത്ര കൊല്ലം ഉണ്ടായിരുന്നു ഷിബുചേട്ടൻ ആനയ്ക്ക് ആ ഒരു സമയത്ത്? 2 വർഷം. അതെ 2 സീസൺ. ഷിബുവേട്ടൻ അങ്ങനെ കുട്ടിശങ്കരൻ ആനയമ്മ വന്നു. പിന്നീട് ചിറക്കൽ കാളിദാസനെ കൊണ്ടുവന്നു. കാളിദാസനാണ് ഷിബുവേട്ടൻ നിന്ന വർഷം കുടൽമാണിക്ക് ഉത്സവം വരെ എടുത്തിട്ടുണ്ട്. അത് ഷിബുവേട്ടനും കടുക്കനും കൂടി വഴിയടിച്ച് ഭംഗിയായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഗോപി വാര്യരുടെ അമ്പാടി കണ്ണനാന, കിരൺ കണ്ണനാനയ്ക്ക് നിന്നു. അതിനെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷമാണ് രാമന് പോയത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഷിബു ഈ ആനകൾക്കൊക്കെ ഷിബു ഒഴിവായതിനു ശേഷം പലപ്പോഴും വന്ന് പണിയെടുത്തിട്ടുണ്ട്. അതായത് കുട്ടിശങ്കരനാനയ്ക്ക് പാണ്ടിക്കാട് കണ്ണൻ നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അയാളുടെ നാട്ടിലൊരു അമ്പലത്തിൽ ഒരു വഴിപാടിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഷിബു നേരെ വന്നു. കുട്ടിശങ്കരൻ അയച്ച 3 പേർ എടുത്തിട്ടുണ്ട്. അമ്മാരി അമ്പാടി കണ്ണനാനെ അന്നത്തെ ഒരു ആനക്കാരൻ, ഞാൻ പേര് പറയുന്നില്ല. അപ്പം നമ്മളെല്ലാം അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ള പറയുമ്പോൾ അത് മോശമല്ലേ. ഒരു വിഷയം ഉണ്ടായപ്പോൾ ഷിബു നേരെ ചെന്നു. നേരെ പോയി മലപ്പുറം ഭാഗത്ത് പോയി ആനയെ പിടിച്ച് അപ്പം തന്നെ ആനയെ കെട്ടി മരം പിടിച്ചു. മരം മുഴുവൻ ലോഡ് കയറ്റി വെച്ച് അമ്പാടി കണ്ണനെ പിടിക്ക് വളപ്പാക്കി കൊണ്ടുവന്ന് ഷിബുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രാജാക്കാട് ഷിബുവേട്ടൻ്റെ കാര്യം. ഈ ചിറക്കൽ കാളിദാസൻ അഴിച്ചു. അതിനുശേഷം വീണ്ടും നമ്മുടെ ഗോപി വാര്യർ ആനന്ദേട്ടൻ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ്റെ അച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. അവർ നോക്കിയുണ്ടാക്കിയ ആനയാണ്. അവർ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് തിരുവമ്പാടി കൃഷ്ണനെ സമർപ്പിച്ചതാണ്. ഇപ്പോഴും അവരെ വീട്ടിൽ തന്നെ നിൽക്കണേ. ദേവസ്വമായിട്ട് വളരെയേറെ ബന്ധത്തിലാണ് പോണ. ദേവസ്വത്തിൻ്റെ മാനേജർ ആന സൂപ്രണ്ടും ഗോപിയേട്ടൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ അവർ വാങ്ങിച്ച അമ്പാടി കണ്ണനാനയ്ക്ക്, കിരൺ കണ്ണനാനയ്ക്ക് വീണ്ടും ഷിബു വന്നു. അവിടെ നിന്ന് വീണ്ടും തെച്ചിക്കോട്ടുകാവിലേക്ക് പോയത്. ഇതിനുള്ള ഒരുപാട് ആളുകൾ ഷിബു കുറേശ്ശൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പഴയ അടാട്ട് പരമാനെയൊക്കെ തെറ്റിയിട്ടൊക്കെ പോയി പിടിച്ച് ഷിബു തന്നെ ആ മരം വലിച്ചു വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഷിബു. ഈ വടിയും ജയറാമു ഷിബുവിന് ചട്ടായിരുന്നു. ഇപ്പോഴത്തെ മച്ചാട് ജയറാമു ഷിബുവാണ്. ഈ കുഞ്ഞുമോൻ ചേട്ടനൊക്കെ ചട്ടാക്കി കൊടുത്ത ഷിബുവാണ്. ഷിബു നന്നായി സ്വന്തമായി കൈകാര്യം ചെയ്തിരുന്ന ആനയാണ്. അടിയാട്ടായപ്പോൾ ഷിബു സ്വന്തമായി കൈകാര്യം ചെയ്തിരുന്ന ആനയാണ്. അങ്ങനെ പ്രിയ സുഹൃത്തായിരുന്നു. വാക്കുകൾക്ക് അതീതമായ ബന്ധമുണ്ടായിരുന്ന സുഹൃത്താണ്. ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ അയാളുടെ വീട്ടിലേക്കൊക്കെ ഞാൻ പോകുമായിരുന്നു. അയാളുടെ അമ്മ, സഹോദരി, സഹോദരനൊക്കെ ഞാൻ വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. ഈ കോയിൻ ബോക്സ് ഇറങ്ങിയ കാലത്ത് അവരുടെ നാട്ടിൽ രാജാക്കാടിലെ ആത്മാവ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോയിൻ ബോക്സ് ഉള്ളൂ. അതിലേക്കാണ് ഇവിടുന്ന് വിളിക്കുക. അങ്ങനത്തെ ഒരു അടുപ്പായിരുന്നു.
ഞാൻ ആ കോയിൻ ബോക്സിൻ്റെ നമ്പർ വരെ എനിക്കിന്ന് കാണാതെ അറിയാം. 0486 243 031 ഇതായിരുന്നു ആ കോയിൻ ബോക്സിൻ്റെ നമ്പർ. അത്ര വലിയ ബന്ധമായിരുന്നു. കുറച്ച് കാലം ഞങ്ങൾ പണിങ്ങി കിടന്നു ഈ ആനക്കസ് കാണിച്ചിട്ട്. പക്ഷേ അപകടം ഈ വിഷയം അങ്ങനെ മരിക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മരണം പറഞ്ഞ് ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. നേരെ എന്നെ അവിടുന്ന് അച്ചു ചിന്നു എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട് പേരാമംഗലത്ത്. അവർ വിളിച്ചിട്ട് ഞാൻ നേരെ അമലയിലേക്ക് വന്നു. അമലയിൽ നിന്ന് കൂടെ ഞാൻ അശ്വിനിയിലേക്ക് പോയി. കഴിഞ്ഞ് മരണം കഴിഞ്ഞ് ഇവിടുന്ന് തെച്ചിക്കോട്ട ഗ്രൗണ്ടിൽ നിന്ന് മടക്കി വിട്ടിട്ട് ഞാൻ പോകുന്നത്. ഞാൻ എല്ലാം ചെയ്തത് അവിടെ വെച്ച് തന്നെ തറി വെച്ച് തന്നെ ചെയ്യുന്നത്. അതൊക്കെ അപ്പോൾ സ്വന്തമായി പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ചെയ്തിട്ടുള്ളതാണ്. ചെറിയ ചെറിയ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറ്റു പലരുടെയും വാക്ക് കേട്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അവർ കൂടെ ഉണ്ടാവാണ്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും. എനിക്കിതിങ്ങനെ പറയാനേ എനിക്ക് പറ്റുള്ളൂ. എന്ത് സംഭവിച്ചു? ഷിബുവിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. അത് മറ്റുള്ളവർ കാരണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഷിബു സ്വന്തമായിട്ട് ഷിബുവിന് സഞ്ചരിക്കാൻ പറ്റാതെ വഴികാട്ടികളുടെ കൂടെ അത് പറ്റിയാണ്. അല്ലാതെ നമുക്കിതിനൊന്നും വലിയ വ്യാഖ്യാനങ്ങൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കിതിന് സത്യമായ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ നമുക്കിത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും അങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല ഒന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ തീർന്നതാണ്. അയാളുടെ അറിവില്ലായ്മ കൊണ്ടും അയാളുടെ അബദ്ധങ്ങൾ കൊണ്ടും മാത്രം സംഭവിച്ച ജീവിതം അയാൾ നഷ്ടപ്പെട്ടതാണ്. അത്രയേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പിന്നീട് അവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ആനക്കാരെ പിന്നെ സ്വന്തമായിട്ടൊരു ആന അല്ലെങ്കിൽ ഈ ആന തെക്കൻ നാട്ടിലേക്ക് പ്രശാന്ത് ചേട്ടൻ്റെ ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴല്ല. അതൊക്കെ ഈ ഷിബോട്ട് ഇപ്പം നല്ല സമയത്തുണ്ട്. ഞാൻ പ്രശാന്ത് ചേട്ടനായിട്ട് ഞാൻ 2004-05 കാലഘട്ടം മുതലുള്ള അടുപ്പമാണ്.